എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ക്രാക്കർ വില്ലൻ അവനാണെങ്കിൽ അവന്റെ ബിസ്ക്കറ്റ് പവർ ഉപയോഗിച്ച് ഒരുപാട് ക്രാക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവറ്റകളെ കാണുമ്പോൾ ലൂഫിക്ക് ചെറുതായിട്ട് ടെൻഷൻ തോന്നും. കാരണം ഒരു ക്രാക്കറിനെ തന്നെ തോൽപ്പിക്കാൻ ലൂഫി ഒരുപാട് പണിപ്പെട്ടു. ഇവിടെ ആ വില്ലൻ അവനാണെങ്കിൽ ലൂഫിയെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോ, സാഞ്ചിയുടെ ഒരു നിഴല് കാണാൻ പോലും ഞാൻ നിന്നെ അനുവദിക്കില്ല. അത് കേട്ട് ഫോർത്ത് ഗിയറിലുള്ള ലൂഫിയുടെ കലിയും പകയൊക്കെ ഡബിൾ ഇരട്ടിയായിട്ട് മാറുകയാണ്. അവൻ ഇടിക്കാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കും. ഇവിടെ ഒരുപാട് ക്രാക്കേഴ്സ് അത് ലൂഫിയെ ഇടിക്കാനും പഞ്ച് ചെയ്യാനുമായിട്ടൊക്കെ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ലൂഫി അവൻ ഭയങ്കര പവർഫുള്ളാണ്. ക്രാക്കറിന്റെ ഓരോ ക്ലൗൺസിനെയും അവൻ വെട്ടി വീശി ക്രാക്കറിന്റെ അടുത്തേക്ക് വരും. ക്രാക്കർ ആണെങ്കിൽ ഈ കാഴ്ചയെല്ലാം കണ്ട് കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് അങ്ങനെ ക്യാഷ്വലായിട്ട് ഇരിക്കും. ഇടയ്ക്ക് ലൂഫി അവന്റെ കൈ നീട്ടി റിയൽ ക്രാക്കറിനെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവന്റെ സ്ക്വാഡ് വെച്ച് ലൂഫിയുടെ കൈ ദൂരേക്ക് തട്ടി മാറ്റും. ലൂഫി ആണെങ്കിൽ ഓരോ പഞ്ചിലും ആ ബിസ്ക്കറ്റ് ക്രാക്കേഴ്സിനെ അവറ്റകളെ എല്ലാം നശിപ്പിച്ച് ആ വില്ലന്റെ തൊട്ടടുത്തെത്തും. അതിനുശേഷം അവർ രണ്ടുപേരും ഡയറക്റ്റ് ആയിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവരുടെ പോരാട്ടത്തിനിടയിൽ ചുറ്റും ഉണ്ടായിരുന്ന മരങ്ങളും ചെടികളും ഒക്കെ തന്നെ തകർന്ന് താഴെ വീഴും. ബാക്കിയുള്ള ട്രീസും ചെടികളൊക്കെ ഇപ്പൊ പേടിച്ച് 100-110 അവിടുന്ന് ഓടി മാറുകയാണ്. അതിൻ്റെ ഇടയിൽ ആ ക്രാക്കർ അവൻ വീണ്ടും വീണ്ടും ക്ലാപ്പ് ചെയ്ത് അവന്റെ ഫേക്ക് ക്രാക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഞാനൊന്ന് കഴിഞ്ഞൊടിച്ച ഇഷ്ടം പോലെ ക്രാക്കേഴ്സ് അവറ്റകൾ ചുറ്റും വന്ന് നിന്നെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് വില്ലനാണെങ്കിൽ അവന്റെ ക്രാക്കേഴ്സുമായിട്ട് ഒത്തുചേർന്ന് ഇപ്പൊ ലൂഫിയെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യും. അതേസമയം നാമി അയച്ച ആ ട്രേസുകൾ അവറ്റകളാണെങ്കിൽ ക്രാക്കറിന്റെയും ലൂഫിയുടെയും ഫൈറ്റ് ഒക്കെ കണ്ട് പേടിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കരുത്, നമുക്ക് എല്ലാവർക്കും ഇവിടെ പതുങ്ങി നിൽക്കാം. ആ നാമി പെണ്ണ് അവളിവിടെ എവിടെയും ഇല്ലാന്ന് തോന്നുന്നു. നമ്മളെ കൊണ്ട് ഒരിക്കലും ക്രാക്കറിനെ എതിർക്കാനായിട്ട് കഴിയില്ല. സോ നമുക്ക് സേഫ് ആയിട്ട് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് അവരെങ്ങനെ ടീമായിട്ട് മാറി നിൽക്കും. അപ്പോഴായിരിക്കും ഒരു വമ്മ ട്വിസ്റ്റ്. ആ മോൺസ്റ്റർ ട്രീയുടെ വായിൽ നിന്ന് നമ്മുടെ നാമി അവൾ പുറത്തേക്ക് വരും. അവൾ ആ വിബ്രു കാർഡ് എടുത്ത് കാണിക്കും. നിങ്ങൾ എല്ലാവരും എന്റെ കണ്ണിൽ പൊടിയിട്ട് ഒളിച്ചിരിക്കാന്ന് കരുതിയല്ലേ? നിങ്ങൾക്കിപ്പോ ഞാൻ പറയുന്നതും വിബറു കാർഡും ഒരു തമാശയായിട്ട് തോന്നിയോ? മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് അവനോട് ഫൈറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതിനവരാണെങ്കിൽ ഇപ്പൊ നാമിയുടെ കാലിൽ വീണ് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ അത് മനസ്സിലാക്കണം. ഞങ്ങളെ കൊണ്ട് അവനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അവന് ഭയങ്കര പവറാണ്. ആ ഫൈറ്റിന്റെ അടുത്ത് പോലും ഞങ്ങളെ കൊണ്ട് നിൽക്കാനായിട്ട് ആവുന്നില്ല. പക്ഷെ നാമി ആണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ അങ്ങനെ നിൽക്കും. അത് കണ്ട ജയന്റ് മാൻ പറയും, സത്യത്തില് നീ ഇത്രയും സ്റ്റബേൺ ആയിരുന്നോ? നിന്നെ കണ്ടപ്പോ ഞാൻ കരുതിയത് നീ ഒരു പാവം പെൺകുട്ടിയാണെന്നാണ്. അതിന് നാമി പറയും, ഞാൻ പാവോ ദുഷ്ടയോ അതൊന്നും എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ആവശ്യം നിങ്ങൾ ഫൈറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ്. ഒന്നുകിൽ ബിഗ് മോമിനെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ മകൻ ക്രാക്കറിനെതിരെ. ഇതിലേതെങ്കിലും ഒന്ന് എടുത്തേ പറ്റൂന്ന് പറഞ്ഞ് അവൾ ആ ഫിബ്രു കാർഡ് അതങ്ങനെ വീശി കാണിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചോപ്പറും ക്യാരറ്റും അവർ രണ്ടുപേരും ആ മിറർ ഡയമെൻഷനിൽ ഓരോരോ മിററിലൂടെ പുറത്തേക്ക് നോക്കും. ലോകത്തിന്റെ നാനാ കോണിലുള്ള എല്ലാ മിറേഴ്സും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ ഷേവ് ചെയ്യുന്നത്, ചിലര് കുക്ക് ചെയ്യുന്നത്, കിടക്കുന്നത്, കുളിക്കുന്നത്, അങ്ങനെ എല്ലാം തന്നെ അവർക്ക് അതിലൂടെ കാണാൻ വേണ്ടി പറ്റും. സോ ആ ഒരു ബീസ്റ്റ് ലേഡിക്ക് ഈ മിറേഴ്സിലൂടെ എവിടേക്ക് വേണമെങ്കിലും പോകാനായിട്ട് പറ്റും. ഈസി ആയിട്ട് കടന്നു പോകാനും കടന്നു വരാനും സാധിക്കും. ഉടനെ ചോപ്പറിനാണെങ്കിൽ ഒരു ബുദ്ധി വെളിച്ചമുണ്ടാവും. അവൻ ആ കാര്യം ക്യാരറ്റിനോട് പറയും. ആക്ച്വലി ഈ മിറേഴ്സ് എല്ലാം ഈ ഐലാൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മിറേഴ്സിലൂടെ തന്നെ നമുക്ക് സാഞ്ചിയെ കണ്ടെത്താം. സത്യത്തിൽ സാഞ്ചിയെ കണ്ടെത്തുക എന്നതല്ലേ സോ ഈസി ആയിട്ട് നമ്മൾ വിചാരിച്ച ഇതിലൂടെ അവനെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ അവർ രണ്ടുപേരും ഓരോ മിറേഴ്സിലും മാറി മാറി നോക്കി സാഞ്ചിയെ കണ്ടെത്താൻ ശ്രമിക്കും. ഇവിടെ നമ്മുടെ ബ്രൂക്ക് അവനാണെങ്കിൽ അതിലൊരു ബിസ്ക്കറ്റ് സോൾജിയറിന്റെ പുറം ഭാഗം വെട്ടിയെറിയും. അതിനുശേഷം നൈസായിട്ട് അവനറിയാതെ ബ്രൂക്കും പെട്രോയും അതിന്റെ പുറകിൽ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ സമയം പോകെ പോകെ സൂര്യൻ ഉദിച്ചു വരികയാണ്. ഇവിടെ കാട്ടില് ലൂഫിയും ആ വില്ലനും അവർ രണ്ടുപേരും നിർത്താതെ പൊരിഞ്ഞ അട്ടിയിടിയ ബഹളം. ലൂഫി ആണെങ്കിൽ ക്രാക്കർ ക്രിയേറ്റ് ചെയ്ത വലിയൊരു ബിസ്ക്കറ്റ് പടയെ അങ്ങനെ ഇട്ടിച്ച് തവിട് പൊടിയാക്കുകയാണ്. ക്രാക്കർ ആണെങ്കിൽ വീണ്ടും വീണ്ടും ബിസ്ക്കറ്റ് പട ക്രിയേറ്റ് ചെയ്യും. ലൂഫി അവന്റെ കൈകൾ അതങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് പിന്നീട് അത് 6 എണ്ണമാക്കി മാറ്റും. അവനാണെങ്കിൽ കത്തിയെടുത്ത് ലൂഫിക്ക് നേരെ പാഞ്ഞടുക്കും. ലൂഫിക്ക് മനസ്സിലാവും എത്രയും വേഗം ഇവന്റെ കഥ കഴിക്കണം. കാരണം ഫോർത്ത് ഗിയറിൽ ലൂഫിയെ കൊണ്ട് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാനാവില്ല. അതിന്റെ പവർ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വില്ലന് അവൻ ഈസി ആയിട്ട് ലൂഫിയെ കൊല്ലാനായിട്ട് കഴിയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ മാങ്ഷനിൽ നമ്മുടെ ബിഗ് മോം ആളാണെങ്കിൽ ആ രാജകീയ ചെയറിൽ അതിലിരുന്ന് തന്നെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ആളുടെ ചുറ്റുമുള്ള കേക്കുകളും ചെയറുകളും ഇപ്പൊ പാട്ടൊക്കെ പാടി
തുള്ളി ചാടാനായിട്ട് തുടങ്ങും. ആ ശബ്ദം കേട്ട് ബിഗ് മോം കണ്ണു തുറക്കും. കണ്ണു തുറക്കേണ്ട താമസം അവൾ ചുറ്റുമുള്ളവരോട് ചോദിക്കുക വെഡ്ഡിംഗ് കേക്ക് അത് തയ്യാറായോ എന്നായിരിക്കും. അതിന് അവര് പറയും തയ്യാറായിട്ടില്ല, അതിന് ഒരല്പം കൂടെ സമയം ആവശ്യമാണ്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ടേസ്റ്റിയും ഏറ്റവും വലുതും വളരെ മനോഹരമായിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. സോ അതുണ്ടാക്കാൻ ഒരല്പ സമയം കൂടെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് കേട്ട് ബിഗ് മോം അവരെ നോക്കി ചിരിച്ച് അവളുടെ അസിസ്റ്റൻസിനോട് ലൂഫിയ ടീമിന്റെ കാര്യം ചോദിക്കും. അതിന് അവര് പറയും അവരെ കുറിച്ച് ഓർത്ത് മാഡം ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ മകൻ ക്രാക്കറാണ് അവർ നശിപ്പിക്കാൻ അവിടേക്ക് പോയത്. ക്രാക്കറിന്റെ പവറും എബിലിറ്റിയും കഴിവും ഒക്കെ ഓൾറെഡി നമുക്ക് നന്നായിട്ട് അറിയില്ലേ. അവരൊരു കാരണവശാലും സാഞ്ചിയുടെ നിഴല് പോലും കാണില്ല. അവൻ ഈ കാസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവൻ പുറത്തേക്ക് പോവില്ല. സ്ട്രോ ഹാറ്റ് ടീം അവരകത്തേക്കും വരില്ല. എത്രയും വേഗം നമുക്ക് വെഡ്ഡിംഗ് സെറമണിക്കുള്ള കാര്യങ്ങൾ അത് തയ്യാറാക്കണമെന്ന് അവർ പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ വിൻസ്മോക്ക് ഫാമിലിയുടെ വലിയ മാൻഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും സാഞ്ചിയുടെ എൽഡർ ബ്രദേഴ്സ് നിച്ചീച്ചയെയും ഇച്ചീച്ചയെയും കാത്തിരിക്കുകയാണ്. അവർ രണ്ടുപേരും 13 വർഷങ്ങൾക്ക് ശേഷം കാണാതായ അവരുടെ ബ്രദർ സാഞ്ചിയെ കാണാനും അവന്റെ മാരേജ് അത് അടിച്ചു പൊളിക്കാനുമാണ് അവിടേക്ക് കടന്നു വരിക. ലോഞ്ചിക്കാണെങ്കിൽ അവന്റെ എൽഡർ ബ്രദേഴ്സിനെ കണ്ട് ഭയങ്കര സന്തോഷം. കാരണം ചെറുപ്പത്തിൽ ഇവർ 3 പേരും ഒറ്റക്കെട്ടായിരുന്നു. അവർ രണ്ടുപേരും വലിയൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവിടേക്ക് വരുന്നത്. സോ മിഷൻ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ അസിസ്റ്റൻസ് എല്ലാവരും അവരുടെ രണ്ടുപേരുടെയും പേര് അതങ്ങനെ വിളിച്ചു പറയും. അവർ രണ്ടുപേരും ഡയറക്റ്റ് ആയിട്ട് അവരുടെ പപ്പയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം സാഞ്ചിയെ കാണണം എന്നാവശ്യപ്പെടുകയാണ്. ഉടനെ അവരുടെ സിസ്റ്റർ അവളാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരും. സാഞ്ചിയെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര അത്ഭുതം. വളരെ ചെറുപ്പത്തിൽ കണ്ട അവരുടെ അനുജൻ അവനിപ്പോ ഒരുപാട് വളർന്നിരിക്കുന്നു. സാഞ്ചിയെ കാണേണ്ട താമസം അവർ രണ്ടുപേരും ഇപ്പൊ സാഞ്ചിയെ കളിയാക്കാൻ തുടങ്ങും. ആ നീലയാണെങ്കിൽ സാഞ്ചിയുടെ കൈ പിടിച്ച് അവന്റെ കയ്യിലെ ആ ഹാൻഡ് കഫ് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് അവനെ കളിയാക്കി കൊണ്ടേയിരിക്കും. അതിന് സാഞ്ചി അവന്റെ കൈ തട്ടി മാറ്റി രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ മുരച്ച് നിൽക്കും. അടുത്ത നിമിഷം അവരുടെ പപ്പ ആൾക്കാണെങ്കിൽ കാര്യം മനസ്സിലായി ആളാ രണ്ടുപേരെയും അവിടുന്ന് മാറ്റി വിടുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ലാസ്റ്റ് നടന്ന ഫൈറ്റിനെ കുറിച്ചായിരിക്കും അവരുടെ ഇപ്പോഴത്തെ ഡിസ്കഷൻ. സാഞ്ചിക്കാണെങ്കിൽ അവരുടെ സംസാരവും കാര്യങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള ഡിസ്കഷനൊന്നും ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ചെവി വെച്ച് കൊടുക്കാതെ ഫുഡ് കഴിച്ച് അങ്ങനെ മാറി നിൽക്കും. അതിനുശേഷം അവരാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ അടുത്തേക്ക് വരികയാണ്. ആക്ച്വലി നിന്നെ കാണാതായ അന്ന് ഞങ്ങൾ ഷോക്കായില്ല, മറിച്ച് സർപ്രൈസ്ഡ് ആവുകയാണ് ഞങ്ങൾ ചെയ്തത്. മാത്രമല്ല ഇപ്പൊ നീ ബിഗ് മോമിന്റെ മകളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ഫാമിലി അത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും. അതിനുശേഷം ആ നീല തലയുള്ളവൻ അവനാണെങ്കിൽ ഫുഡ് എടുത്ത് അങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന കണ്ട നമ്മുടെ സാഞ്ചിയുടെ കൺട്രോൾ പോവും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിലിരുന്ന് നീ ഫുഡ് വേസ്റ്റ് ചെയ്യും, മര്യാദയ്ക്ക് അത് മുഴുവൻ നീ കഴിക്കണം. അത് കേട്ട് ആ നീല അവന് ഫുൾ കലിപ്പില് ഇപ്പൊ സാഞ്ചിയോട് ദേഷ്യപ്പെടുകയാണ്. അവനാണെങ്കിൽ അപ്പോഴും കലി അടങ്ങാതെ ആ ഷെഫിനെ അവിടേക്ക് വിളിച്ചു വരുത്തും. അതിനുശേഷം അവൾ ഉണ്ടാക്കി വെച്ച ഫുഡ് അത് അവൾക്ക് നേരെ വലിച്ചെറിയാണ്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സാഞ്ചി അവൻ ഞൊടിയടയിൽ ആ ഫുഡ് ട്രേ അതങ്ങനെ ക്യാച്ച് ചെയ്ത് ഫുഡ് താഴെ പോവാതെ ബാലൻസ് ചെയ്ത് നിർത്തും. പക്ഷെ ഒരല്പം ഫുഡ് അത് താഴെ പോവാണ്. സാഞ്ചിക്ക് ഇഷ്ടമല്ലാത്ത പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഒന്ന് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്, മറ്റൊന്ന് ലേഡീസിനെ അറ്റാക്ക് ചെയ്യുന്നത്. അവനങ്ങനെ ടെറർ ഫേസിൽ അവന്റെ ബ്രദേഴ്സിനെ നോക്കി ചോദിക്കും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഫുഡ് വേസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഈ പാവം ചുന്ദരി പെണ്ണിനെ അറ്റാക്ക് ചെയ്യും. സാഞ്ചിയുടെ ഫേസും അവന്റെ ദേഷ്യമൊക്കെ കണ്ട് അവന്റെ ബ്രദേഴ്സ് അവരങ്ങനെ 1 സെക്കൻഡ് ഫ്രീസായി നിൽക്കുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.